എല്ലാവർക്കും നമസ്കാരം. കുറച്ച് തിരക്കുകളായിരുന്നത് കൊണ്ട് എനിക്ക് ഒന്നും പറയാനായിട്ട് സാധിച്ചില്ല. ഇച്ചിരി ലേറ്റ് ആയി പോയെങ്കിലും എനിക്കൊരു കാര്യം നിങ്ങളെ ഒന്നും കൂടെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞ കാര്യമാണ് ഇപ്പോഴും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഹാബിൾഡ് യോഗ, അതിനെക്കുറിച്ചാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അപ്പൊ അവര് കഴിഞ്ഞ വർഷം, അതായത് 2024 ജനുവരി അവരൊരു 21 ഡേ ഫ്രീ യോഗ ചാലഞ്ച് എന്ന് പറഞ്ഞ് ഒരു 21 ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ 21 ദിവസത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ആ യോഗ ജോയിൻ ചെയ്ത് അവരുടെ കൂടെ ചെയ്തിട്ട്, അത് ഓൺലൈൻ ലൈവായിട്ടാണ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേരാം, അല്ലെങ്കിൽ അത് വിട്ട് പോകാം. അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉൾക്കൊള്ളാം, ഇങ്ങനെ. അപ്പൊ ഞാൻ ആ 21 ഡേയ്സ് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ എടുത്തു. 21 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് ഒരുപാട് നല്ലതാണെന്നും ഒട്ടും അനങ്ങാതെ ഇങ്ങനെ ബാക്ക് പെയിനും സ്റ്റിഫ്നെസ്സും ഒക്കെയുള്ള എനിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഈ 21 ഡേ ചാലഞ്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ സാധാരണ യോഗ എന്ന് പറയുന്ന കാണുന്ന ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് മൂവ്മെന്റ്സും നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതങ്ങനല്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിനെ കംപ്ലീറ്റ്ലി യോഗ എന്ന് പറയാൻ പറ്റുകയില്ലെന്ന് ചിലരൊക്കെ പറയും. ഇത് എന്ന് വെച്ചാൽ ഇതിൽ യോഗ മാത്രമല്ല എന്നും അവർ പറയുന്നു. എന്ന് പറഞ്ഞാൽ ആകെ ഒരു ദിവസത്തെ പ്രോഗ്രാംസ് 6 സെഷൻസ് ഉണ്ട്. രാവിലെ 6:30, അത് കഴിഞ്ഞ് 7:30, അത് കഴിഞ്ഞ് 8:30, പിന്നെ വൈകുന്നേരം 5-ന്, 6-ന്, 7-ന്. ഇതിലേതേലും ഒന്നിലോ മൾട്ടിപ്പിൾ സെഷൻസിലോ നമുക്ക് ചേരാം. നമുക്ക് ചേർന്ന് കാണാം. ആദ്യം നമ്മുടെ ഓപ്ഷൻ ടൈം കൊടുക്കും. ഞാൻ 6:30 കൊടുത്തത്. ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് 6:30 തന്നെ ജോയിൻ ചെയ്യും. എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ 7:30 ജോയിൻ ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ വൈകിട്ടത്തേത് ജോയിൻ ചെയ്യും. ഏതിൽ വേണമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം. മൾട്ടിപ്പിൾ ടൈംസും ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഉള്ള 6:30 തൊട്ട് 7:15 വരെയാണ്. 6:30 മുമ്പ് 10 മിനിറ്റ് മുമ്പ് ഒരു പ്രീ സെഷൻ ബ്രീതിങ് ഒക്കെ കാണും. അപ്പൊ 6:30 തൊട്ട് 7:15 വരെ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ, 6:30 തൊട്ട് ഒരു വാമപ്പ് കഴിഞ്ഞിട്ട് 7 മണി വരെ നമുക്ക് കുറച്ച് പലതരം കാർഡിയോയും ബോഡി സ്ട്രെങ്തനിങ് എക്സസൈസസും ഒക്കെയാണ്. ഇന്ന് ലോവർ ബോഡി എക്സസൈസസ് ആണ്. ട്യൂസ്ഡേയ്സിലാണ് ഏറ്റവും അധികം ആളുകൾ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലോവർ ബോഡി വെക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ഈ ലോവർ ബോഡി എക്സസൈസസ് ട്യൂസ്ഡേയ്സ് വെക്കുന്നതിന്റെ കാരണം, നമ്മളെ പോലെ സീനിയേഴ്സിന് ഈ ലോവർ ബോഡി സ്ട്രെങ്ത് കുറഞ്ഞു വരും. നമ്മുടെ കാലുകൾക്ക് ബലം കുറഞ്ഞു വരും. നമ്മുടെ വെയ്സ്റ്റ് ഡൗൺ, നമുക്ക് ബാലൻസ് പോവും, ഇങ്ങനെയൊക്കെയുള്ള. അപ്പൊ അത് റീറ്റെയിൻ ചെയ്യാനും അത് ഇംപ്രൂവ് ചെയ്യാനുമുള്ള എക്സസൈസസ് ആണ് നമുക്ക് ട്യൂസ്ഡേ തരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ കാല് ബലം കുറഞ്ഞോ അല്ലെ ബാലൻസ് പോകുന്ന ഇത് തുടങ്ങിക്കഴിഞ്ഞാലാണ് നമ്മുടെയൊക്കെ ഡിറ്റീരിയറേഷൻ, നമ്മളെ എന്ന് പറഞ്ഞാൽ ഏജ്ഡ് ആയിട്ടുള്ള എന്നെ പോലുള്ളവർക്ക് ഡിറ്റീരിയറേഷൻ തുടങ്ങുന്നത്. ഈ ഡിറ്റീരിയറേഷൻ തുടങ്ങിയാണ് വീഴുക, ഹിപ്പ് ഫ്രാക്ചർ ഉണ്ടാകുക. അത് കഴിഞ്ഞ് താഴോട്ടുള്ള ഒരു പോക്കാണ് സാധാരണ. അപ്പൊ അദ്ദേഹം പറയാം, അദ്ദേഹത്തിന്റെ അമ്മ ആണ് അദ്ദേഹത്തിന് എല്ലാം, അമ്മയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതെങ്ങനെയാണ് അദ്ദേഹം ഇതൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓരോ സെഷനിലും 2 പേര് യോഗ ചെയ്യുന്നുണ്ട്. യോഗ ആൻഡ് എക്സസൈസസ്. 7 വരെ ഈ എക്സസൈസ് കഴിഞ്ഞ് 7 തൊട്ട് 7:15 വരെ സെയിം സ്ട്രെച്ചസ് ആണ് നമ്മൾ യോഗ ആയിട്ട് ചെയ്യുന്നത്. പുതിയതായിട്ട് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ല. അതിന് ചിലപ്പോൾ വേരിയേഷൻസ്, റിപ്പറ്റീഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഈ സെയിം സ്ട്രെച്ചസ് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ഷോൾഡർ, നമ്മുടെ വേസ്റ്റ്, ഹിപ്പ് എല്ലാം, കാലിന്റെ ടോസ് തൊട്ട് എല്ലായിടവും സ്ട്രെച്ച് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അല്ലാതെ വലിയ ഒരു യോഗ പഠിച്ച് വലിയ യോഗ ചെയ്യുന്ന, ഒറ്റവിരൽ കുത്തി ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ പ്രോഗ്രാംസ് ഒന്നുമില്ല. എല്ലാവരുടെയും പേടി, ഈ പ്രായമായ എനിക്കിത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും, എനിക്ക് പറ്റുന്നുണ്ട്. പിന്നെ അതിൽ 2 പേരാണ് ചെയ്യുന്നത്. ഒന്ന് സൗരഭ് ബോത്ര, ഒന്ന് ചോട്ടു എന്ന് പറഞ്ഞാൽ ഇച്ചിരി പുറകിൽ നിന്ന് ചെയ്യും. ചോട്ടു ഒരു ബോയ് ആണ്. അവന് നല്ല ഫിറ്റാണ്. അവനെല്ലാം അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമിലാണ് അവൻ ചെയ്യുന്നത്. അപ്പൊ യങ്ങർ പീപ്പിളിന് അവനെ ഫോളോ ചെയ്യാം. ഇദ്ദേഹമാണെങ്കിൽ നമ്മളെ പോലെയുള്ള പ്രായമായ ആളുകൾക്ക് വേണ്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതിൽ തന്നെ പല വേരിയേഷൻസ് കാണിക്കും. നമുക്ക് കാലൊന്നും അനങ്ങുന്നില്ല എങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, വേറെ വല്ലതും ഉണ്ടെങ്കിൽ ഇത്ര ചെയ്യാം, അങ്ങനെയുള്ള വേരിയേഷൻസ് നമുക്ക് കാണിച്ചു തരും. ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ എന്ത് ചെയ്യണം,
ഇപ്പൊ 20 റെപ്പറ്റീഷൻസ് പറഞ്ഞു 10 ചെയ്യുമ്പോൾ ടയേർഡ് ആണെങ്കിൽ നിർത്തുക, എന്നിട്ട് നടക്കുക. ഇങ്ങനെയുള്ള ഗൈഡൻസ് എല്ലാം തരും. അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുകയില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഏതാളിനും ചെയ്യാം. കട്ടിലെ കിടന്നുകൊണ്ട് പിന്നെ യോഗ ചെയ്യുമ്പോൾ കട്ടിലെ കിടന്നുകൊണ്ടും ചെയ്യാം. പക്ഷെ കട്ടിലിനേക്കാളും നമുക്ക് നിലത്തിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കട്ടിലെ കിടന്ന് ചെയ്യാം. സൂര്യ നമസ്കാരം ചില ദിവസം ചെയ്യിക്കും, പക്ഷെ അത് ഒരു വേരിയേഷനാണ് ചെയ്യുന്നത്. ചെയർ നമ്മൾ തറയിൽ കുനിഞ്ഞ് തൊട്ട് കാലിൻ്റെ ഇടയിൽ കൈവെക്കാൻ സാധിക്കാത്തവർക്ക് ചെയറിൽ കൈവച്ചിട്ട് ചെയ്യാവുന്ന മൂവ്മെന്റ്സ് അദ്ദേഹം പഠിപ്പിച്ചു തരും. ഇതെല്ലാം നമ്മുടെ ബോഡിയുടെ എല്ലാ ജോയിന്റിനെ സ്ട്രെച്ച് ചെയ്യാനും നമ്മൾ സപ്പിൾ ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കാനും ഉള്ള പ്രോഗ്രാമാണ്. അപ്പൊ ഞാൻ ഇത് ട്യൂസ്ഡേ അല്ലേ പറഞ്ഞു, വെനസ്ഡേ ആകുമ്പോൾ അപ്പർ ബോഡി, തേഴ്സ്ഡേ ആകുമ്പോൾ കോറ്, ഫ്രൈഡേ ആകുമ്പോൾ ഫ്ലെക്സിബിലിറ്റി, സാറ്റർഡേ ആകുമ്പോൾ സ്റ്റാമിന, ഇങ്ങനെ ഓരോ ആസ്പെക്ട് ഇങ്ങനെ എല്ലാ ആഴ്ചയിലും ഇതേ കാര്യങ്ങൾ ഡിഫറെന്റ് എക്സസൈസസ് വെച്ച് നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അത് കഴിഞ്ഞ് ഈ യോഗ 15 മിനിറ്റ്. അപ്പോ ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലങ് കപ്പാസിറ്റി കൂട്ടാനുള്ള VO2 മാക്സ് എക്സസൈസസ് എന്ന് പറയുന്നത് ഒക്കെ ബ്രീതിങ് എക്സസൈസസും ചെയ്യിക്കും. അപ്പൊ ഇപ്പോൾ പറയുന്നത് ലങ് കപ്പാസിറ്റി നമുക്ക് വളരെയധികം ആരോഗ്യം നിലനിർത്തുന്നതിനും ലോഞ്ചിവിറ്റിക്കും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലങ് കപ്പാസിറ്റി. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് കഴിഞ്ഞ് ഈ സെഷൻ കഴിഞ്ഞാൽ ഒരു ലിങ്ക് അതിൻ്റെ അടിയിൽ കാണും, കമന്റ് ബോക്സിന്റെ ടോപ്പിൽ. അത് ക്ലിക്ക് ചെയ്താൽ പിന്നെ ഒരു 10-15 മിനിറ്റിന്റെ ഒരു ബ്രീതിങ് സെഷനിലേക്ക് നമുക്ക് പോകാം. ഈ സെഷൻ കഴിയുമ്പോൾ നമ്മൾ അനുലോം വിലോം എന്ന് പറയുന്ന 2 നോസ്ട്രിൽസ് ഓൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീതിങ് എക്സസൈസ് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ വേറൊരു ബ്രീതിങ് സെഷൻ തന്നെ ഉണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നമുക്ക് 1 മണിക്കൂർ ഫുൾ ആവും സെഷൻ. ആദ്യത്തെ അരമണിക്കൂർ നമുക്ക് എക്സസൈസസ്, 15 മിനിറ്റ് യോഗ സ്ട്രെച്ചസ്, പിന്നെ ഉള്ള സമയം നമുക്ക് ഓപ്ഷനിലാണ്, നമ്മൾ വേണമെങ്കിൽ ജോയിൻ ചെയ്താൽ മതി, എല്ലാം ഓപ്ഷനിലാണ്. അപ്പോൾ നമുക്ക് ബ്രീത്തിങ്ങും ചെയ്യാം. ആ ബ്രീത്തിങ്ങും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ലെവലൊക്കെ കൂടും, നമ്മൾക്ക് ആൻസൈറ്റി കുറയും, നമുക്ക് കാമായിട്ട് ആ ഡേയിനെ ഫേസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ഫ്രീ ആയിട്ട് 21 ഡേയ്സ് ഉണ്ട്. ഈ തിങ്കളാഴ്ചയാണ് തുടങ്ങിയത്, തിങ്കൾ ചൊവ്വ ബുധൻ കഴിഞ്ഞു. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം ജോയിൻ ചെയ്ത് നോക്കിയാലേ ഇത് എന്താണെന്നറിയും. ഒരു കാര്യം ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതിന് വലിയ ഗുണമൊന്നുമില്ല. പക്ഷെ അങ്ങനെ അല്ല. ഇത്രയും ഒരു കാര്യം. പിന്നെ 1 ഇയർ എനിക്ക് സബ്സ്ക്രിപ്ഷൻ 3,999 rupees ആയിരുന്നു. 1 ഇയർ ആണ് ഞാൻ എടുത്തത്. 6 മാസത്തിൻ്റെ ഉണ്ട്, 1 മാസത്തിൻ്റെ ഉണ്ട്. 6 മാസം 1 മാസം 1 ഇയറും എടുക്കുന്ന ആളുകൾക്ക് പിന്നെ കുറേ അഡീഷണൽ ആഡ് ഓൺസ് ഉണ്ട്. അതായത് ഈ സൗരഭോത്രയുടെ സിസ്റ്ററിന്റെ സെഷൻസ് ഉണ്ട്. നമുക്ക് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരവും അന്ന് രാവിലെയും വൈകിട്ടും 2 ഗ്രൂപ്പ് സെഷൻസ്, 2 ടൈമിലും അവരുടെ സെഷൻസ് ഉണ്ട്. അത് നമുക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അത് നമ്മൾക്ക് ഡാൻസ് ആൻഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടാണ്. അത് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് വിത്ത് ബാൻഡ്സ്, സ്ട്രെച്ച് ബാൻഡ്സ് എന്നോ എക്സസൈസ് ബാൻഡ്സ് വെച്ചിട്ടുള്ള എക്സസൈസസ് അവർ വളരെ സ്ലോ ആയിട്ടാണ് ത്രിഷല ബോത്ര നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്കുള്ള സെഷൻസ്, ബോളിവുഡ് ഡാൻസസ്, അത് ചെറിയ നമുക്കൊക്കെ ചെയ്യാവുന്ന മൂവ്മെന്റിൽ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുള്ള പഞ്ചാബി ഡാൻസും എല്ലാം ശരിക്കും അത് നമുക്ക് എൻജോയ് ചെയ്യും കേട്ടോ. പാട്ടും ഡാൻസും എല്ലാം ചെയ്യുമ്പോൾ വി വിൽ ഫീൽ ഹാപ്പി. നിങ്ങൾക്ക് അതിന് സമയമുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യുക, സമയമില്ലാത്ത ദിവസം ജോയിൻ ചെയ്യാതിരിക്കുക. അല്ലാത്ത എന്തായാലും ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ യോഗ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് ഡിഫറൻസ് ഉണ്ടാകും. ആരോഗ്യത്തിൽ, നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു ദിവസം കൊണ്ടൊന്നും ഇത് ഉണ്ടാക്കത്തില്ല. ഈ 1 വർഷം കൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തേതാണ് എൻ്റെ കാലും കൈയും ഒക്കെ എത്രമാത്രം വളയാനും ഒക്കെ സാധിക്കുമെന്ന്. നേരത്തെ ആണെങ്കിൽ ഈ കഴുത്ത് കാല് കൈ എല്ലാ മൂവ്മെന്റ്സും നമ്മളെ സഹായിക്കാൻ ഇതിന് സാധിക്കും. അതുപോലെ നമ്മുടെ കാലിൻ്റെ സ്റ്റഡിനെസ്, നമ്മുടെ ലോവർ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി, സ്റ്റഡിനെസ്, ബാലൻസ്, ഇതിലെല്ലാം അത് നമ്മളെ സഹായിക്കും. ഇദ്ദേഹം ഹിന്ദിയിലും ഇംഗ്ലീഷിലും എല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ 5-ാം തീയതി മൺഡേ തൊട്ട് 6th തൊട്ടുള്ള പുതിയ സെഷൻസ് നടക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടും ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഹിന്ദിയാണ് വളരെ സിമ്പിളാണ്. കുറേ നാള് ഞാനിപ്പോൾ ചെയ്യുന്നതുകൊണ്ട് എനിക്കിപ്പോൾ അദ്ദേഹം പറയുന്നതെല്ലാം നല്ലതുപോലെ മനസ്സിലാകും. നമ്മുടെ മുട്ടിനും നമ്മുടെ വേസ്റ്റിനും ഒക്കെ ഉള്ള ഹിന്ദി ടേംസും അറിയാം. ലിഫ്റ്റ് അപ്പ് യുവർ വേസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ കമർക്കോൽ ഊപ്പർ ഉഠാവോ എന്ന് പറയും. ഇപ്പം എനിക്കറിയാം കമർ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആണെന്നറിയാം. അതുപോലെ എല്ലാം അദ്ദേഹം 2 ഭാഷയിലും പറയും. അതുകൊണ്ട് ഭാഷയെക്കുറിച്ചും നമ്മൾക്ക് ആശങ്കപ്പെടേണ്ടതില്ല.
എന്തൊക്കെ പറഞ്ഞാലും ഇത് പെയ്ഡ് സെഷൻ അല്ല, ഇത് ഫ്രീ ആണ്. 21 days ട്രയൽ ആണ്. ഈ 21 days ട്രയലിൽ ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. സോറി, ഈ ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ 21 ദിവസം നമുക്ക് ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ആ 21 ദിവസം ആദ്യം വേണമെങ്കിൽ വെറുതെ കാണുക, അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ കയറുക. നമ്മൾ ആസ് ദ മന്ത് പ്രോഗ്രസസ് ഈ മൂവ്മെന്റ്സ് ഒക്കെ കുറച്ചുകൂടെ നമ്മൾക്ക് എന്താ പറയുന്നത്, സോറി, കുറച്ചുകൂടെ പ്രയാസമുള്ള മൂവ്മെന്റ്സ് ആകും. അങ്ങനെ പ്രയാസമല്ല, കുറച്ചുകൂടെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ലോങ്ങർ, അങ്ങനെയൊക്കെ. സോറി, പുക പുറത്തുനിന്ന് വരുന്നുണ്ട്, അതാണ് ഈ ചുമക്കുന്നത്, എന്തോ കത്തിക്കുന്നവരും. അപ്പൊ അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്ത് പരീക്ഷിച്ച് നോക്കാം. ഒന്നുമില്ല, ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. ഞാൻ അടിയിൽ പ്രൊവൈഡ് ചെയ്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഫോൺ നമ്പറും പിന്നെ ഇമെയിലും കൊടുത്താൽ മതി. അവർ പറയും എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന്. അത് പിന്നെയുള്ള സെഷൻസിലൊക്കെ കയറി നോക്കാം, ചെയ്യാം. ഇനി എനിക്കതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, 7 പേര് ചേർന്നാൽ എനിക്ക് ഒരു ദിവസത്തെ യോഗ ക്ലാസ് ഫ്രീ ആയിട്ട് കിട്ടും. അതായത് 10 രൂപ വർത്തായിട്ടുള്ള യോഗ ക്ലാസ്. അതെനിക്ക് ഇമ്പോർട്ടൻ്റേ അല്ല. അതുകൊണ്ടല്ല ഞാനിത് പറയുന്നത് ഇത്രയും നല്ലൊരു കാര്യം എനിക്ക് കിട്ടിയിട്ട് അത് മറ്റുള്ളവരോട് ഞാൻ പറയാതെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാനത് ഈ ലേറ്റ് ടൈമിൽ പിന്നെയും വന്ന് പറയുന്നത്. 2 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു, എനിക്ക് പറയാൻ പറ്റാഞ്ഞത് എനിക്കിവിടെ കുറേ തിരക്കുകളും വിരുന്നുകാരും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കിത് നേരത്തെ വന്ന് പറയാൻ പറ്റിയില്ല, നേരത്തെ ഇൻ അഡ്വാൻസ്. പക്ഷെ നിങ്ങൾക്ക് എപ്പോൾ വേണം ജോയിൻ ചെയ്യാം. ഇപ്പോഴും ജോയിൻ ചെയ്താൽ ബാക്കിയുള്ള ആ 20 days നിങ്ങൾക്ക് കാണുകയോ ചെയ്ത് നോക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് ഒരിക്കലും നിങ്ങൾ ഈ ഒരു അവസരം പാഴാക്കി കളയരുത്. ഞാനത് പാഴാക്കാഞ്ഞത് എൻ്റെ എന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. എൻ്റെ ആ സമയത്ത് ഞാൻ രാവിലെ 6:30 സൈൻ ഇൻ ചെയ്യുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ വന്ന് നിന്ന് ഞങ്ങൾ 2 പേരൂടെയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്ക് ഒന്നിച്ച് ചെയ്യാം, അല്ലെ മക്കൾക്ക് പിന്നീട് വന്നിട്ട് നമ്മുടെ ലിങ്കിൽ കൂടെ കയറിയിട്ട് ചെയ്യാം, ഏതെങ്കിലും സെഷനിൽ ചെയ്യാം. ഒരു എൻറ്റയർ ഫാമിലി ഈ 4000 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ചെയ്യാൻ സാധിക്കും. എൻറ്റയർ ഫാമിലി. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 2 പേര്. ഞാനൊരു യോഗ ക്ലാസ്സിന് പോവുകയാണെങ്കിൽ രാവിലെ എണീറ്റ് റെഡിയായി പോയി 2 പേർക്ക് ഒരു മിനിമം 1200 രൂപ പെർ മന്ത് ചെയ്യണം. അവിടെ എനിക്ക് യോഗ മാത്രമേ കിട്ടുകയുള്ളൂ. ഇതുപോലെ പല കാര്യങ്ങൾ എനിക്ക് അവൈലബിൾ ആകത്തില്ല. യോഗ ഉണ്ട്, ഡാൻസ് ആൻഡ് സ്ട്രെങ്ത് ഉണ്ട്, ആദ്യത്തെ കുറെ വാമപ്പും പിന്നെ കുറെ ബോഡി സ്ട്രെങ്തനിങ് ഉണ്ട്, VO2 മാക്സ് ബ്രീത്തിങ് കപ്പാസിറ്റി കൊണ്ട്, ഫ്ലെക്സിബിലിറ്റി കൊണ്ട്. യോഗയിൽ ഫ്ലെക്സിബിലിറ്റി കിട്ടും. പിന്നീട് ഉള്ളത് നമുക്ക് ഓപ്ഷണലായിട്ട് ജോയിൻ ചെയ്യാവുന്ന പല ഗ്രൂപ്പുണ്ട്. ആയുർവേദ ഫാസ്റ്റിംഗ് ഫോർ കൺട്രോളിങ് ഡയബറ്റിസ് ഉണ്ട്. പിന്നെ ഡയബറ്റിസ് ഇല്ലാത്തവർക്ക് വേണ്ടി ഗട്ട് ക്ലെൻസ് പ്രോഗ്രാംസ് ഉണ്ട്. അത് തന്നെ ഒരു തരം ജ്യൂസ് ഫാസ്റ്റും ഒക്കെ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ നമ്മൾക്ക് സ്ട്രെസ് റിലീസിനുള്ള ക്ലാസ്സസ് ഉണ്ട്. മണ്ഡല പോലെയുള്ള ചില പെയിന്റിങ് ക്ലാസ്സസ് ഉണ്ട്. പറയാൻ വയ്യാത്ത നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാം. ഞാൻ എല്ലാത്തിലും സൈൻ ഇൻ ചെയ്യും, പക്ഷെ പലതും എനിക്ക് സമയത്ത് കയറാൻ പറ്റത്തില്ല, വീട്ടിലുള്ള തിരക്ക് കാരണം. കയറാൻ പറ്റുന്നത് കയറുക, പിന്നെ അതിൻ്റെ റെക്കോർഡിങ്സ് നമുക്ക് കിട്ടും, അത് കണ്ട് നമുക്ക് ചെയ്യാം. ആ പടം വര ക്ലാസ്സിന് ചേരണം എന്നുണ്ട്. അതിന് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ റെക്കോർഡിങ്സ് നോക്കി. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ ടോപ്പിലും ഞാൻ ആ ലിങ്ക് കൊടുക്കാം. ഇതിപ്പോ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ലിങ്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് ആരൊക്കെ ജോയിൻ ചെയ്തു എന്ന് അറിയാൻ സാധിക്കും. അത് മാത്രമല്ല, എനിക്കതിൻ്റെ ഒരു 7 പേര് ജോയിൻ ചെയ്താൽ ഒരു ദിവസം കിട്ടും. അത് കിട്ടാൻ വേണ്ടിയല്ല. അപ്പൊ ഞാൻ ഇത്രയും ഇവരുടെ ഈ ഫെസിലിറ്റീസ് എല്ലാം ഇത്രയും കോസ്റ്റ് കുറഞ്ഞ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് അവരോടൊരു ഓബ്ലിഗേഷൻ തോന്നുന്നുണ്ട്. അവരുടെ ഈ പ്രോഗ്രാം ഹർ ഘർ യോഗ എന്നാണ് അവരുടെ സ്ലോഗൻ. എല്ലാ വീട്ടിലും യോഗ. യോഗ എന്ന് പറയുമ്പോൾ നിങ്ങൾ റിലീജിയസ് ബാരിയർ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. യോഗ എന്നതിൻ്റെ മീനിങ് യോഗം എന്നാണ്. മനസ്സും ശരീരവും ആത്മാവും ഒന്നാകുന്ന ഒരു പ്രക്രിയയാണ് യോഗ. നമ്മളുടെ എല്ലാ ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട്. നമ്മൾ അകത്തേക്ക് പോയി യൂണിയൻ ഉണ്ടാകുന്നത്. അതിനുള്ള ഒരു മാർഗമാണ് യോഗ. നമ്മൾ ഈ ഓരോ മൂവ്മെന്റിലും ബ്രീതിങ്ങിലും കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സ് ഏകാഗ്രമാക്കും. അതിനുള്ള ഒരു മാർഗമാണ് ഈ യോഗ. അത് അല്ലാതെ വലിയ ഈ അഘോറീസോ അവരൊക്കെ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കഠിനമായ യോഗയും ഒന്നുമില്ല. ഇതൊരു മോഡേൺ
ലൈഫുള്ള എല്ലാ ആളുകൾക്കും ഇതിൽ യാതൊരു സങ്കോചവും ഇല്ലാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഹിന്ദു മതത്തിൽ നിന്നുള്ള അധിഷ്ഠിതമായ പ്രാർത്ഥനയാണ്. അതായത് ഈ യോഗയും ഈ ആയുർവേദയും ഇതെല്ലാം ബുക്കിലാക്കിയ എഴുതി വെച്ച പതഞ്ജലി എന്ന ആളിനെ സ്മരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന പറയുന്നത് എല്ലാ ഗുരുക്കളും നമ്മൾക്ക് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എല്ലാവരും ഗുരുക്കളാണ്. സാക്ഷാൽ പരബ്രഹ്മമാണ് ഗുരു. അതായത് നമ്മളുടെ എല്ലാവിധമായ പോസിറ്റീവ് ലേണിങ്ങും നെഗറ്റീവ് ലേണിംഗ് ടു അണ്ടർസ്റ്റാൻഡ് അവർ നെഗറ്റിവിറ്റി, എല്ലാ ലേണിങ്ങും വരുന്നത് സാക്ഷാൽ പരബ്രഹ്മത്തിൽ നിന്നാണ്. നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിൽ പറഞ്ഞാൽ സാക്ഷാൽ ഗോഡ് ദ ഫാദർ, അതിൽ നിന്നാണ് ഈ എല്ലാ നല്ല കാര്യങ്ങളും ഈ പാഠങ്ങളും വരുന്നത്. അതുകൊണ്ട് ഗുരുവിനെ നമ്മൾ നമസ്കരിക്കുന്നു എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഗുരുവിനെ നമസ്കരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഒബ്ജക്ഷനായിട്ട് തോന്നുന്നെങ്കിൽ ആ പ്രാർത്ഥനയുടെ സമയത്ത് മനസ്സിൽ അവരവരുടെ പ്രാർത്ഥിച്ച് ദൈവത്തിനോട് ഇങ്ങനെ ഒക്കെ ചെയ്യാനുള്ള ആരോഗ്യവും അവസരവും തന്നതിന് നന്ദി പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഒരു ഓൺലൈൻ പ്രോഗ്രാമാണ്. ആരും നമ്മളെ ഒന്നിനും കോഴ്സ് ചെയ്യുന്നില്ല. ഇത്രയും നല്ല ഒരു കാര്യം അവൈലബിൾ ആയിട്ട് ഞാനത് നിങ്ങളോട് പറയാതെ ഇരുന്നാൽ അത് എനിക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം. നമുക്ക് വീണ്ടും കാണാം. ഞാൻ താമസിയാതെ വേറെ ഒരു വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.